ദേശീയ പുരസ്കാരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നടൻ വിജയരാഘവൻ. ഈ ഘട്ടത്തിൽ അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? സന്തോഷം. വളരെ വളരെയധികം സന്തോഷം. 43 വർഷമായിട്ട് അഭിനയിച്ചിട്ട് ആദ്യമായിട്ടല്ലേ ഒരു ദേശീയ പുരസ്കാരം കിട്ടുന്നത്. അതോ 140 കോടി ജനങ്ങളുണ്ടല്ലേ ആ രാജ്യത്തെ. കുഴപ്പമില്ലാത്തൊരു നടനാണെന്ന് പറയുന്നത് വലിയ സന്തോഷമല്ലേ. ആരോടാണ് കടപ്പാടുള്ളത്? എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടും പിന്നെ എൻ്റെ പ്രേക്ഷകരോടും. എന്നെ ഞാനാക്കിയത് എന്നെ നാടകം എന്ന ഇതിൽ നിന്നാണ് ഞാൻ നടനായത്. അപ്പോൾ അച്ഛനാണ് എൻ്റെ പിൻബലം. നാടകം, പിന്നെ ചിറ്റ, അച്ഛൻ്റെ പെങ്ങൾ. ചിറ്റയാണ് ഈ ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായത്. ചിറ്റ ഓരോ ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻറ്റാണ്. അവർ ഒരു കഥാപാത്രം ചെയ്യുന്ന പോലെ ആയിരിക്കുമല്ലോ വേറൊന്ന്. അപ്പോൾ ആ വൈവിധ്യം കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാൻ എനിക്ക് എനിക്ക് ഞാൻ നോക്കിക്കണ്ട ഒരാൾ ചിറ്റയാണ്. അച്ഛനാണ് ബാക്കിയെല്ലാം. ഈ സിനിമ കണ്ടാൽ അത് വിജയരാഘവനാണെന്ന് ആളുകൾക്ക് തിരിച്ചറിയാൻ പോലും കഴിയത്തില്ലാത്ത വിധത്തിൽ രൂപം മാറിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇതിനു വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പ്? അതിനുവേണ്ടി പറഞ്ഞ ഞാനൊരു 1.5 മാസത്തോളം ഇങ്ങനെ ഭക്ഷണമൊക്കെ 1.5 മാസം അതിനു വേണ്ടി. പിന്നെ ഷൂട്ടിങ് തുടങ്ങിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അരി ആഹാരം, കിഴങ്ങ് വർഗ്ഗങ്ങൾ അതൊക്കെ ഒന്ന് ഉപേക്ഷിച്ചു. അപ്പം ഫാറ്റ് ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ് പോയി. അപ്പോൾ തൊലിഞ്ഞു കുറച്ച് ഇവിടെയൊക്കെ എങ്ങനെ. പിന്നെ കൈയൊക്കെ ക്ഷീണിച്ചു, കൈ രോമമൊക്കെ ഷേവ് ചെയ്തു. അപ്പോൾ അങ്ങനെ കൈ ഒരു വയസ്സൊക്കെ ആക്കി അങ്ങനെ കുറേ പണികളൊക്കെ ചെയ്തു. ആളുകൾ തിരിച്ചറിയാൻ കഴിയത്തില്ലാത്ത വിധത്തിൽ മാറണമെന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. പിന്നെ അല്ലെങ്കിൽ പിന്നെ വിജയരാഘവൻ കണ്ടുകൊണ്ടെങ്കിൽ വിജയരാഘവൻ എന്ന് ഓർത്താൽ പോയില്ലേ. അപ്പം ഞാൻ ഫുൾ ഷേവ് ചെയ്തു, പിരിയം പകുതി ഷേവ് ചെയ്തു. പിന്നെ ഞാൻ സ്വന്തം താടി വളർത്തിയത് അവിടെ നിന്ന് ഒക്കെ കട്ട് ചെയ്ത് അങ്ങനെ അവിടെ നിന്നും ഒക്കെ വളർന്നു നിൽക്കുന്ന രീതിയിലാക്കി. അതൊക്കെ ആ മേക്കപ്പ് മാൻ റോണക്സ് ആണ് ചെയ്തത്. അതെനിക്ക് വലിയ സഹായമായിരുന്നു. ഈ ആ സിനിമയിലെ ഒരു രംഗം പ്രഷർക്ക് വേണ്ടി ഒരു സീൻ പറയാൻ അങ്ങനെ പറ്റില്ല നമുക്കത്. നമ്മൾ ആ ഇതൊക്കെ ഞാൻ പറഞ്ഞത് 3-3.5 മണിക്കൂർ മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മുഖം ലൂസാക്കും, ഈ മസിൽസ് അങ്ങ് ലൂസാക്കി ഞാൻ ഒരു 3.5 മണിക്കൂർ കൊണ്ട് ലൂസാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കും. അത് ഞാൻ ഫുൾ ഡേ അങ്ങനെ ഇരിക്കും. മനസ്സിലൊന്നുമില്ല, മനസ്സിലാ കഥാപാത്രമായി ഞാൻ ജീവിക്കുകയൊന്നുമില്ല, അങ്ങനെ ഒരു നിമിഷം പോലും ഇല്ല. അത് അഭിനയിക്കാൻ നേരത്ത് അറിയണം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആവുകയുള്ളൂ. സ്വിച്ചിട്ട മാതിരി ആകാനും സ്വിച്ചിട്ട മാതിരി കട്ട് ചെയ്യാനും എനിക്കറിയാം. ഞാൻ ഈ കഥാപാത്രത്തെ വീട്ടിൽ കൊണ്ടുപോകാറൊന്നുമില്ല. പുതിയ സിനിമകൾ ഏതൊക്കെയാണ് ഈ വരാനിരിക്കുന്നത്? ഇപ്പം റിലീസാകാനുള്ളത് വള, പെറ്റ് ഡിറ്റക്റ്റീവ്, അനന്തൻ കാട്, പിന്നെ ഇപ്പോൾ പള്ളിച്ചട്ടമ്പി, കുറേ പടം ഉണ്ട്. പള്ളിച്ചട്ടമ്പി, ഒറ്റക്കൊമ്പനുണ്ട്, പിന്നെ ഉർവശി ഞാനും, ആശ എന്ന പടമുണ്ട്. കുറേ പടങ്ങളുണ്ട്. ചെറുതും വലുതുമായ നിരവധി അംഗീകാരങ്ങൾ താങ്കളെ തേടിയെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഭിച്ച ഈ അംഗീകാരത്തെ വളരെയധികം സന്തോഷം നൽകുന്നു. അംഗീകാരങ്ങളെല്ലാം എനിക്ക് വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഒരു കുട്ടി തരുന്നൊരു പൂച്ചെണ്ട് മുതൽ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഈ അംഗീകാരം വരെ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നല്ല ഒരു നടനാകുന്ന എന്തിനാ എന്നെ ആരെങ്കിലും തിരിച്ചറിയുക, കൊള്ളാം എന്ന് പറയുന്നതല്ലേ. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. അത് തന്നെയാണ്. എന്തായാലും ദേശീയ അംഗീകാരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് വിജയരാഘവനുള്ളത്. ക്യാമറമാൻ സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.